KTU 2019 സ്കീം കമ്പ്യൂട്ടർ സയൻസ് S3 ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്കൽ സ്ട്രക്ചേഴ്സ് മൊഡ്യൂൾ 2-ൻ്റെ തിയറിയാണ് പറയാൻ പോകുന്നത്. ഇതിൽ നമ്മൾ കുറച്ച് എക്സ്ട്രാ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് ആണ് വർക്കൗട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പീജൻ ഹോൾ പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടാണ്. അതെന്താണെന്നുള്ളതും അതിൻ്റെ പ്രോബ്ലംസും നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ വർക്കൗട്ട് ചെയ്തിരുന്നു. ഇത് എക്സ്ട്രാ കുറച്ച് അഡീഷണൽ പ്രോബ്ലംസ് ആണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ പ്രൂവ് ദാറ്റ് ഇഫ് 7 ഡിസ്റ്റിക്ട് നമ്പേഴ്സ് ആർ സെലക്റ്റഡ് ഫ്രം 1 to 11 then sum of 2 among them is 12. അപ്പോൾ പീജൻ ഹോൾ പ്രിൻസിപ്പിൾ പ്രകാരം നമുക്കറിയാം 7 - 1 = 6 കോമ്പിനേഷൻസ് ആയിരിക്കും അവിടെ ഉള്ളത്. അതായത് 2 നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ 12 കിട്ടണം. അതിന് വരുന്ന 6 കോമ്പിനേഷൻസ് അതാണ് നമ്മൾ താഴെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം 1,11, നെക്സ്റ്റ് സെറ്റ് എന്ന് പറയുന്നത് 210, 39, 48, 57 ആൻഡ് 66. അങ്ങനെ ഒരു 6 കോമ്പിനേഷൻസ് ആണ് കിട്ടുക. ഇതിൽ ഓരോരുത്തരും സമ്മേഷൻ എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 12 കിട്ടും. യൂണിവേഴ്സിറ്റി 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അടുത്തതും പീജൻ ഹോളിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ്. നമുക്കതിൽ മോഡുലസ് ഓഫ് S is equal to 37 തന്നിട്ടുണ്ട്. S contains 2 elements that have the same remainder upon the division by 36 ആണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പീജൻ ഹോൾ പ്രിൻസിപ്പിൾ പ്രകാരം പീജൻസ് നമ്മൾ 37 ആയിട്ട് എടുത്തു. പോസിറ്റീവ് ഇൻഡിജേഴ്സ് ആണ്. then നമുക്കറിയാം നമ്മൾ നോർമൽ ഒരു നമ്പറിനെ എങ്ങനെ എഴുതാം? ഇൻ ടേംസ് ഓഫ് കോഷ്യൻ്റ് ആൻഡ് റിമൈൻഡർ n = 36Q + R എന്നാണ് എഴുതുന്നത്. കാരണം ഇവിടെ നമ്പർ 37 ആണല്ലോ. അപ്പോൾ Q എന്ന് പറയുന്ന ആൾ കോഷ്യൻറ്റും R എന്ന് പറയുന്ന ആൾ റിമൈൻഡറുമാണ്. അപ്പോൾ 37 നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡേഴ്സ് എവിടെ തൊട്ട് എവിടെ വരെ വരാം? 0 to 36 വരെ. അപ്പോൾ ആറിൻ്റെ പോസിബിൾ വാല്യൂസ് എത്രയൊക്കെയാണ്? 0 to 36. അങ്ങനെ 36 പോസിബിൾ വാല്യൂസ് ആണുള്ളത്. അതാണ് നമ്മൾ പീജൻ ഹോൾസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ പീജൻസിൻ്റെ എണ്ണം 37, പീജൻ ഹോൾസ് 36. ഓക്കെ, ഇതാണ് പീജൻ ഹോൾ പ്രിൻസിപ്പിൾ. അത് 6 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ യൂണിവേഴ്സിറ്റിയിൽ. അടുത്ത് നമ്മൾ പറയുന്ന പ്രോബ്ലം കോമ്പിനേഷൻസ് ആൻഡ് പെർമ്യൂട്ടേഷൻ്റെ സെക്ഷനിലാണ് കേട്ടോ. അതിൽ നമ്മൾ സിമിലർ ടൈപ്പ് പ്രോബ്ലംസ് യൂണിവേഴ്സിറ്റി ഒരുപാട് വർക്കൗട്ട് ചെയ്തിരുന്നു. ഇതൊരു അഡീഷണൽ പ്രോബ്ലം ആണ്. ഇത് 8 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്, യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ഇതിൽ എ വുമൺ ഹാസ് 11 ഫ്രണ്ട്സ് എമംഗ് വിച്ച് 2 ആർ മാരീഡ് ടു ഈച്ച് അതർ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇൻ ഹൗ മെനി വേസ് ക്യാൻ ഷീ ഇൻവൈറ്റ് 5 of them ടു ഡിന്നർ. അതിൻ്റെ ആൻസറാണ് പറയാൻ പോകുന്നത്. മൊത്തം 11 ഫ്രണ്ട്സ് ഉള്ളത്. 5 വേസിലാണല്ലോ ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ കോമ്പിനേഷൻസ് 11, C, 5. സെക്കൻഡ് ക്വസ്റ്റ്യനിൽ അവർ ഇൻ ഹൗ മെനി വേസ് ക്യാൻ ഷീ ഇൻവൈറ്റ് 5 of them ടു ഡിന്നർ ഇഫ് ദി മാരീഡ് കപ്പിൾ അറ്റൻഡ്സ് ദി ഫംഗ്ഷൻ ടുഗദർ. അപ്പോൾ അവർ ടുഗദർ ആയതുകൊണ്ട് തന്നെ മൊത്തം 11 പകരം എന്ത് വരും? 10 പേര്. പിന്നെ ഇൻവൈറ്റ് ചെയ്യുന്നത് 4 ആയിരിക്കും. അങ്ങനെയാണ് 10, C, 4. സിമിലർലി തേർഡ് ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ 8 മാർക്ക് ക്വസ്റ്റ്യൻ തന്നെയാണ്. ഡിറ്റർമൈൻ ദി നമ്പർ ഓഫ് ഇൻഡിജർ സൊല്യൂഷൻ ഓഫ് x1 + x2 + x3 + s4 = 32. നമ്മൾ ഈ പ്രോബ്ലംസ് ഒക്കെ ഓൾറെഡി അവിടെ വർക്കൗട്ട് ചെയ്തിരുന്നു, ക്ലാസ്സിൽ വർക്കൗട്ട് ചെയ്തിരുന്നു. സിമിലർലി xi > 0 എന്നല്ല തന്നിരിക്കുന്നത്. അതിൽ ഐയുടെ വാല്യൂ 1 to എവിടെ വരെ പറഞ്ഞിട്ടുണ്ട്? 1 < i < 4. അപ്പോൾ ആദ്യം നമ്മൾ ഐക്ക് വാല്യൂ 1 ഇട്ട് കൊടുക്കാം. അപ്പോൾ x1 > 0, then 2 ഇട്ട് കൊടുക്കുക, x2 > 0, 3 ഇട്ട് കൊടുക്കുക, 4 ഇട്ട് കൊടുക്കുക. അങ്ങനെ 4 ഇക്വേഷൻസ് നമുക്ക് കിട്ടും. അതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ റിസൾട്ട് എന്താണ്? 32. അതായത് y1 + y2 + y3 + y4 = 32. ജനറൽ ഫോർമാറ്റ് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതല്ലേ. അപ്പോൾ ആ ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ സൊല്യൂഷൻ നമുക്ക് കിട്ടും. അതിൻ്റെ ആൻസറാണ് 6545 കേട്ടോ. അതുപോലെ തന്നെ ബിയും സിയും വർക്കൗട്ട് ചെയ്ത് നോക്കണം. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് 2 റൂൾസാണ്. റൂൾ ഓഫ് സം ആൻഡ് റൂൾ ഓഫ് പ്രൊഡക്റ്റ്. റൂൾ ഓഫ് സമ്മിൽ നമുക്ക് 2 ആക്ഷൻസ് പെർഫോം ചെയ്യാനുണ്ട്. 2 ആക്ഷൻസും അറ്റ് എ ടൈം ചെയ്യാൻ പറ്റില്ല. അതിൽ ഒരു ആക്ഷൻ ചെയ്യാനായിട്ട് n ചോയ്സസും സെക്കൻഡ് ആക്ഷൻ ചെയ്യാൻ m ചോയ്സസ് ഉണ്ടെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ നമുക്ക് എന്തുണ്ട്? n+m വേസ് ടു ഡു ദാറ്റ് ആക്ഷൻ. ഇതാണ് റൂൾ ഓഫ് സം. ഇനി റൂൾ ഓഫ് പ്രൊഡക്റ്റിൽ നമുക്ക് 2 കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്. അതിൽ n വേസ് ആണ് ഫോർ ഫസ്റ്റ് തിങ് ആൻഡ് m വേസ് ഫോർ സെക്കൻഡ് തിങ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് വേസ് കിട്ടാനായിട്ട് നമ്മൾ അതിൻ്റെ പ്രൊഡക്റ്റ് എടുത്താൽ മതി. അതിനാണ് റൂൾ ഓഫ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്.